നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കേ, അങ്ങോട്ട് തുടങ്ങാം. ഏത് റൗണ്ട് വേണം ആദ്യം? ഏതെങ്കിലൊക്കെ എടുക്കുന്നത്. ലതാജിയുടെ ഒരു സോങ് കേൾക്കാം. വിളിക്കട്ടെ? ഗോൾഡൻ വോയിസ് റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ ദേവാങ്കി കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം ദേവാങ്കി. मेरे ख्वाबों में जो आए आके मुझे चिढ़ जाए, मेरे ख्वाबों में जो आए आके मुझे चिढ़ जाए, उसे कहो कभी सामने तो आए। मेरे ख्वाबों में जो आए आके मुझे चिढ़ जाए, उसे सामने तो आए। मेरे ख्वाबों में जो जैसे कोई चलने लगा है, हो जादू सा जैसे कोई चलने लगा है, मैं क्या करूं दिल में चलने लगा है, तेरा दीवाना हूँ कहता है वो, छुप छुप के फिर क्यों रहता है वो, कर बेटा भूल वो, ले आया फूल वो, उसे कहो मेरी नींद न चुराए। मेरे ख्वाबों में जो आए आके मुझे चिढ़ जाए, उसे कहो कभी सामने तो आए। मेरे ख्वाबों में जो आए ला 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 मेरे ख्वाबों में जो ദേവാങ്കി, അടിപൊളി എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. സ്റ്റേജ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്ത് അവിടെ ഫ്രണ്ടിലൊക്കെ പോയിരുന്നത് അടിപൊളിയായിരുന്നു. അത് ആരുടെ ഐഡിയ ആയിരുന്നു? ഫ്രണ്ടിൽ പോയി ഇരുന്ന് പാടാൻ ചുമ്മാ അങ്ങനെ ആലോചിച്ച് ചെയ്ത്. എന്തായാലും നൈസ്, അടിപൊളി. ചോദിക്കാം നമുക്ക്. ഷാനിക്ക,
ഷാനിക്ക അവളുടെ കയ്യിലോട്ടൊന്ന് നോക്കിയേ. 2 വാച്ചോ? 2 വാച്ചോ? ഓരോ കയ്യില് ഏക് ഹാത്ത് മേ ഏക് വാച്ച്. ക്യോ? അത് സമയം ഭയങ്കര വിലപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് 2 എടുത്തു വെച്ചു. അതൊക്കെടാ, 2 ഓടുന്ന വാച്ചാണോ? അല്ല, ഒന്നോടാത്തെ. ഒന്നോടാത്തയാ. അപ്പൊ അതിന് വിലയില്ലേ? അല്ല, വാച്ചല്ലേ. വെറുതെ കിട്ടിയപ്പോ ഒരെണ്ണം എടുത്ത് അങ്ങ് കെട്ടി. ദേവാങ്കി അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മോളൊരു ഭയങ്കര ഒരു സംഭവം ഇവിടെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആദ്യം അടിക്കീനടാ എന്തെല്ലാണ് സുഖം തന്നെ. യുനോ ദേവാങ്കി ആക്ച്വലി സ്റ്റേജ് ഫുൾ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. താങ്ക് യു സർ. അവിടെ ഇരുന്നൊക്കെ പാടി. അതായത് ആ ഒരു വട്ടം അല്ലാതെ ദേവാങ്കി ഈ ഫ്രണ്ട് വരെ വന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോയി, ഇവിടുന്ന് ഇങ്ങോട്ട് പോയി. ഇപ്പൊ ഈ സോങ് അവിടെ സെന്ററിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഇത്രയും വർക്ക് ആവില്ല. ഇതിന് ഈ ഒരു ആക്ടിവിറ്റിയും ഈ ഒരു ചിയർഫുൾനെസ്, ഈ ഒരു മാജിക് അത് വേണം. അത് ദേവാങ്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. അഗൈൻ ഞാൻ പറയുന്നു, ശ്രുതി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മളത് ഭയങ്കര സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അതാണല്ലോ. നമ്മൾ വടി പോലെ നിന്നിട്ട് പാടുന്ന ഒരാളല്ല നമുക്ക് വേണ്ടത്. നമ്മൾ നോക്കുന്നത് സൂപ്പർ സ്റ്റാർ. कैसा है कौन है वो जाने कहाँ है, हो कैसा है कौन है वो जाने कहाँ है, जिसके लिए मेरे होठों पे हाँ है अपना ही. അപ്പോൾ അഗൈൻ ദേവാങ്കി ശ്രുതി പ്രശ്നങ്ങളുണ്ട്, ബട്ട് അടിപൊളിയാണ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ. ദേവാങ്കി ഓ സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ പിച്ചിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ സോങ് എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഒരു സെലിബ്രേഷൻ, എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഭയങ്കര ഒരു ഓറയായിരുന്നു ദേവാങ്കിയുടെ പെർഫോമൻസ്. പിന്നെ ഇങ്ങനെ നടന്ന് പാടുക അതൊക്കെ നല്ലതാണ്. അതൊക്കെ ഇങ്ങനെ ശീലിക്കുന്നത് നമുക്കത് ഏത് സിറ്റുവേഷനിലും നമ്മൾ ഈ ഒരു നമ്മുടെ സിംഗിങ് എഫക്റ്റഡ് ആവാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ അതാണ് ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഭയങ്കര സംഭവമായിരിക്കും. അപ്പോൾ ദേവാങ്കിക്ക് ആ ഒരു ടാലൻ്റ് ഉണ്ട്. വന്ന് ഒരു സ്റ്റേജ് ആറ്റിറ്റ്യൂഡും നടന്നു പോയി അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അറിയാം, ആ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാനൊന്നും എഴുതിയില്ല, ഞാൻ നിങ്ങളുടെ പെർഫോമൻസ് ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ പിച്ചിങ് ഇഷ്യൂസ് കുഴപ്പമില്ല, ഇഗ്നോർ ചെയ്യുക. ഈ ഒരു ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ കണ്ണടച്ചു. താങ്ക് യു സർ. നൈസ്. താങ്ക് യു ചേട്ടാ. ശരത് സാർ. മക്കളെ, എന്തോ മൊത്തത്തില് ഒരു ഓളം ഉണ്ടായിരുന്നു. താങ്ക് യു സർ. നല്ല രസമുണ്ട്. മോൾ ഇവിടെ വന്നിരുന്നതും ആ കണ്ണാടി വെച്ചതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അതൊരു ഓളമാണ്. പിന്നെ നടന്ന് പാടുമ്പോൾ അത് കുറച്ചും കൂടെ ആ കൺട്രോളിൽ വേണം. ഇവിടെ ശ്രുതിയുടെ കാര്യം അറിയാലോ. അപ്പോൾ അനുപല്ലവി സെക്കൻഡ് ഹാഫ് കുറച്ച് ജങ്കടി ചെക്കിഡ് ജിൻലാൽ ബാ ചടക്കടക്കട ജിങ്കാക്ക ആയിരുന്നു ശ്രുതി. അത് കുഴപ്പമില്ല, അത് നമുക്ക് അതൊക്കെ മറക്കാം. മോളെ, എനിക്ക് ഇത് അനുപല്ലവി ചരണം ഒന്ന് പാടിത്തരുമോ? कैसा है कौन है वो जाने कहाँ है, हो कैसा है कौन है वो जाने कहाँ, താനാ ദാരിരിരി कैसा है कौन है वो जाने कहाँ. അതിന്റെ ദാരിരിരി എന്ന് പാടുന്നൊരു തെറ്റൊന്നുമില്ല. എന്നാലും ഞാനത് പറഞ്ഞതാ കേട്ടോ. അതിനെ നമ്മളെ കൊണ്ട് ഞാൻ പാടിച്ചത് അത്രേ. ഓക്കെ, താങ്ക് യു ശരത് സാർ. ഇനി മാർക്സ് ചോദിക്കാം. ശരത് സാർ. 8.5. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക, ഹരിച്ചേട്ടാ ഇട്ടോളൂ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് കുട്ടാ. ഓക്കെ, സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുഡ് വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ അവിടെ പാടാൻ വരുന്നു നമ്മളുടെ ദേവുട്ടി. സോ ലെറ്റ്സ് വെൽക്കം ദേവിക. ഭയങ്കര രസമുണ്ടായിരുന്നു ദേവ് പാടുന്ന കേൾക്കാനായിട്ട്. ഇത്
ആർക്ക് വേണ്ടി ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്തേ? ആരും അവിടെ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ. എന്റെ കൂട്ടുകാരി കൂട്ടുകാരി, ദേവുവിന്റെ കൂട്ടുകാരിയാ വന്നിട്ടുള്ളേ. എന്താ കൂട്ടുകാരിയുടെ പേര്? മാനസി. മാനസി. ഓക്കെ, നിങ്ങളെ സ്കൂളില് ബെസ്റ്റ് ഫ്രണ്ട്സ്. ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ, ഏത് ക്ലാസ് തൊട്ട് ഒന്നിച്ച് നിങ്ങൾ പഠിക്കണേ? LKG തൊട്ട് 5ാം ക്ലാസ് വരെ. ആണോ? ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ അങ്ങനെയാണോ നിങ്ങൾ? അതെ. ഓക്കെ, മാനസിയെടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ദേവികയെ പറ്റി. ദേവിക എങ്ങനെയാണ് ക്ലാസ്സില്? ക്ലാസ്സില് പാവാ. എന്നുവെച്ചാ ഭയങ്കര പഠിപ്പിച്ചിട്ടും അങ്ങനെ പഠിത്തം മാത്രം ശ്രദ്ധിച്ച് അങ്ങനെയാണോ? അല്ല, സംസാരമുണ്ട്. സംസാരമുണ്ട്. നിങ്ങളുടെ ഗ്യാങ് എത്ര പേരുണ്ട്? ഞങ്ങള് 3 പേര്. 3 പേര്. എന്നാ മൂന്നാമത്തെ ആളുടെ പേരെന്താ? ഇഷാനി. ഇഷാനി. ആ, ഓക്കെ. അപ്പൊ ഈ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് വരാറുണ്ടോ ദേവിക? ദേവിയും കുക്ക് ചെയ്യും, ഞാനും ഏതാ ചെയ്യും. മറ്റേ എന്തൊക്കെയാ കഴിക്കാറുള്ളത്? പൊട്ടറ്റോ വരട്ടിയതാണല്ലേ? ഞങ്ങള് അവള് ചോറ് കൊണ്ടുവരും, ഇടയ്ക്ക് ഞാൻ ഇഡ്ലി അങ്ങനത്തെ രാവിലെ കറി Okay. ഷെയർ ചെയ്ത് കഴിക്കും. ഷെയർ ചെയ്ത് കഴിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ദേവിക ഉണ്ടാക്കിയല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട് കോവയ്ക്കാൻ മെഴുക്കുവരട്ടി. ആ, മെഴുക്ക് മെഴുക്ക് വരട്ടി. വരട്ടി ഉണ്ട്. ആ ആ, ഏതാണ്ട്. ഓക്കെ, ദേവ് ഇപ്പൊ സൂപ്പർ സ്റ്റാറിൽ വരുന്നോണ്ട് ക്ലാസ് ഒക്കെ ചിലത് മിസ് ആവുമല്ലോ, അപ്പൊ വിഷമാവോ? വിഷമവും ആവും, അവളില്ലാത്തോണ്ട് കരച്ചിലും വന്നിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കുന്നോണ്ട്. അച്ചടാ. അതെന്താ വേറെ ആരും ഇല്ലേ അത് സ്കൂളിൽ? ഇഷാനി ഇല്ലേ? ഇഷാനി വേറെ ഡിവിഷനാ. ഓ ഓ, അപ്പൊ കഴിക്കുന്ന സമയത്ത് മാത്രം വന്ന് ഒരുമിച്ചിരിക്കും. ദേവികയുടെ ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി എന്താ മാനസിക്ക്? അവള് പിണങ്ങിയാലും തിരിച്ച് എന്നോട് വന്ന് വീണ്ടും മിണ്ടും. ആ, അത് ശരി. അപ്പൊ തന്നെ വന്ന് മിണ്ടും. നിങ്ങൾ ഇതുവരെ ഡിവിഷൻ ഒന്നും മാറിയിട്ടില്ലേ? ഒരേ ക്ലാസ്സിൽ തന്നെ അല്ലേ 5ാം ക്ലാസ് വരെ? ഓക്കെ. അപ്പൊ നിങ്ങളെ ഇപ്പൊ നിങ്ങൾ 6th പോകുമ്പോ ഒരാൾ Aയിൽ ഒരാൾ Bയിലാണ്, എന്ത് ചെയ്യും? അല്ല, എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? അങ്ങനെ എനിക്ക് നേരത്തെ ഉണ്ടായപ്പോഴത്തേക്കും ഈ ലഞ്ച് ടൈമിലൊക്കെ പരമാവധി ഇവളോട് എത്രത്തോളം സംസാരിക്കാനൊക്കെ സമയം കിട്ടുന്ന അതെല്ലാം ഞാൻ യൂസ് ചെയ്യും. സംസാരിക്കാറുണ്ട്. ലഞ്ച് ടൈം. അതായത് എത്രത്തോളം സമയം കിട്ടുന്ന അതെല്ലാം യൂസ് ചെയ്യും അവിടെ. അപ്പൊ ആദ്യം അങ്ങനെ അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? 2 ഡിവിഷനില്ല ഞങ്ങൾ. നല്ല വിഷമായിരുന്നു. അമ്മയുടെ ഒന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു വേണം ഡിവിഷൻ മാറ്റാന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ ടീച്ചറിനോട് പറഞ്ഞപ്പോ മാറ്റിപ്പോയെന്ന് പറഞ്ഞാണ്ട് മാറ്റിയില്ല. ഓ, ഇവരുടെ അമ്മമാരും ഭയങ്കര ഫ്രണ്ട്സാ. ഓ, രണ്ടുപേരുടെ. അത് ശരി. എന്ത് പഠിക്കാനാ മാനസിക ഇഷ്ടം? എന്താവാനാ ഇഷ്ടം? ടീച്ചർ. ദേവികയ്ക്കോ? ദൈവമേ, എനിക്ക് മ്യൂസിക് ടീച്ചർ. എല്ലാം ടീച്ചറും ടീച്ചർ, മ്യൂസിക് ടീച്ചർ ആവാൻ ഇഷ്ടമാണ്. ഓക്കെ. എന്ത് ടീച്ചർ? എന്ത് സബ്ജക്റ്റാ? ഇംഗ്ലീഷ്. ഓക്കെ. അപ്പൊ 2 കോളേജിലായിരിക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. ആ, ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കിനി പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഓക്കെ, ശരത് സർ. മക്കളെ എന്തോ നല്ല രസമുണ്ടായിരുന്നു മോളെ പാട്ട്. Thank you, sir. ഒരു സുഖമുണ്ടായിരുന്നു മക്കളെ. ഈ ഓ പാടിയല്ലേ, അതൊന്ന് പാടാമോ? അതിന്റെ ലാസ്റ്റ് ഓ. ആ, അത് താരാ ആ നോട്ടാണോ? താരാ ആണോ? ഏതാണ് നോട്ട്? ആണല്ലേ? അതല്ല, ആ നോട്ടല്ല. അല്ല, കാര്യം അതൊരു ആ ഫാമിലിയിൽ ഇല്ലാത്തോണ്ട് ചോദിച്ചാ കേട്ടോ. മക്കളെ, കണ്ണീരിൽ അലിയുന്ന അത് കുറച്ചും കൂടെ അതൊരു വികാരഭരിതമായിട്ട് പാടേണ്ട പോർഷൻ അല്ലേ? അപ്പൊ മക്കൾ അതൊന്ന് കുറച്ചും കൂടെ ഫീൽ ചെയ്ത് പാടാമോ? ആ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. കണ്ണീരിലലിയുന്ന ആ കണ്ണീര് അലിയുന്നതേ ഇല്ലത്. കണ്ണീരിലലിയുന്ന പാട്ടുപാടാം ഞങ്ങൾ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. ആ, ഓക്കെ മോളെ, താഴെയുള്ള നോക്കിക്കോളാം. അത് ഒന്ന് നോക്കിക്കോളാം കേട്ടോ. പിന്നെ മക്കളെ, ഇത് എഴുതിയത് ആരാണ്? വിനയൻ സാർ. വിനയൻ സാർ നല്ല ലിറിക്കാണ്. അപ്പൊ മക്കളെ, ഇത് കണ്ണിലും കരളിലും അതൊന്ന് പാടാമോ? കണ്ണിലും കരളിലും കൂരിരുൾ നൽകിയ കാരുണ്യവാനോടൊരു ചോദ്യം. അത് ഒരു ആ ലിറിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആണ് മോളെ. ആ തന്നിടുമോ? അതൊന്ന് പാടാമോ? ഇനിയൊരു ജന്മം തന്നിടുമോ? ഓ
ആ മക്കളെ ഇനിയൊരു ജന്മം തന്നിടുമ്പോ അത് എങ്ങനെയാണ് അതിന്റെ എൻഡ്? അങ്ങനാണോ? ആ പിന്നെ അതെങ്ങനെയാണ്? അതിനൊരു ക്ലാരിറ്റി വരട്ടെ. ഇനിയൊരു ജന്മം തന്നിടുമോ? അടുത്ത അത് ലാസ്റ്റ് അത് കഴിഞ്ഞുള്ള തന്നിടുമോ? ഇനിയൊരു ജന്മം തന്നിടുമോ? ഈ നിറമാന ഭൂമി കാണാൻ താരിതാനിനെ അതല്ലേ? അത് കറക്റ്റ് ആകട്ടെ. വേറെ ഒന്നുമില്ല. പക്ഷെ നല്ല എന്താ പറയണ്ട, നല്ല ഒരു രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയണ്ട, ഒരു നെഞ്ചിലേക്ക് ഇറങ്ങുന്ന ഒരു പാട്ട്. നമ്മള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഇതൊക്കെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട കാര്യങ്ങളാ പറഞ്ഞു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു ശരത് സർ. ഷാനിക്ക ദേവു നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ശരത്തേട്ടൻ പറഞ്ഞ എക്സാക്ട് സെയിം പോയിന്റ്സ് ആണ്. ആ ഓ, അതുപോലെ ഈ നിറമാർന്ന ഭൂമി, പിന്നെ ഒരു സാന്ത്വന സംഗീത താളം. ഈ സ്ഥലങ്ങളിലാണ് ഒരു മേജർ ഇത് ഇഷ്യൂ പോലെ തോന്നിയത്. ബാക്കിയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ പാടി. ഒരു ദേവിക്കയിൽ ഒരു ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട് ഇപ്പം കേട്ടാ. നമ്മളിപ്പോ തുടക്കത്തില് നമ്മുടെ ഫസ്റ്റ് ഗോൾഡൻ മൈക്ക് വിന്നറാണ് ദേവൂട്ടി. പിന്നീട് അടിച്ചില്ലല്ലോ, അടിക്കണ്ടേ നമുക്കിനി. അപ്പൊ പിന്നെ അതിനുശേഷം പിന്നെ ഒട്ടുമിക്ക പാട്ടുകളൊക്കെ ദേവൂട്ടി ചൂസ് ചെയ്തുകൊണ്ട് വന്നതൊക്കെ ഓൾമോസ്റ്റ് ഒരു സിമിലർ ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഇതായിരുന്നു. അപ്പൊ നമുക്ക് പിന്നെ അതിൽ ഒരു പുതുമയൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ പെർഫോമൻസും ഈ പെർഫോമൻസ്, കഴിഞ്ഞ പെർഫോമൻസിന് മാർക്ക് ഉണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പൊ കഴിഞ്ഞ പെർഫോമൻസും ഈ പെർഫോമൻസും ഇതില് ഒന്ന് ചെറിയൊരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ദേവു. അപ്പൊ ഇനി താഴോട്ട് പോകണ്ട, ഇനി ഇവിടുന്ന് മേലോട്ട് പോവാ കേട്ടോ. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. ദേവിക നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. എന്തുകൊണ്ട് ഈ പാട്ട് മാനസിക ഡെഡിക്കേറ്റ് ചെയ്ത്? വേറെ കുറെ ഫ്രണ്ട്ഷിപ്പ് സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് പറഞ്ഞില്ല അല്ലേ? അത് ഇവർക്ക് ഈ അത് ഭയങ്കര സാഡ് സോങ് ആണ്. മാനസിയെ പറ്റി ആലോചിക്കുമ്പോ അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ടല്ല, അവർക്ക് ഈ വയ്യാത്ത കുട്ടികളെയും പിന്നെ മൃഗങ്ങളും എല്ലാം, വയ്യാത്ത കുട്ടികളും മൃഗങ്ങളും എല്ലാം, അങ്ങനെ വയ്യാത്തവരെ എല്ലാം സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതായത് ഭയങ്കര ഓക്കെ മോളെ, നല്ല കാര്യം. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സോങ് ചൂസ്. ഈ സോങ് മാനസിക ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ, ശരി മോളെ. ഡീറ്റെയിൽസ് ഒക്കെ അവര് പറഞ്ഞു, അത് ഇനി ഞാൻ വീണ്ടും പാടിക്കുന്നില്ല. അപ്പൊ മോളിനിയും കോമ്പറ്റീഷൻ ടൈറ്റ് ആവുകയാണ്. ഇനി കുറച്ചുകൂടി വെറൈറ്റീസ് ഓഫ് സോങ്സ് ചൂസ് ചെയ്യാ കേട്ടോ. ഇനി ദേവികയുടെ വേറൊരു ഫേസ് നമുക്ക് കാണണം. ഒരു പോളി പെർഫോമൻസ് ഒക്കെ തരേണ്ട സമയം അതിക്രമിച്ചു. അവള് സാഡ് സോങ്ങിൽ കയറിയാണ് എപ്പോഴും പിടിക്കുന്നത്. ആദ്യം നമ്മുടെ പാർവതിയെ കരയിച്ചു. അതെ, ഇപ്പൊ ഫ്രണ്ടിന് വേണ്ടി കുഴപ്പമില്ല മോളെ, പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നന്നായിട്ട് പാടി, നല്ല ഫീലോടെ പാടി. ആ ഒരൊറ്റ എനിക്കൊരു എസ്പെഷ്യലി ആ ഒരു സാന്ത്വന സംഗീത താളം എങ്കയോ പോയിട്ടെ പ്രമാദം വരുന്നത്. സോ എനിക്ക് അവിടെ മാത്രമാണ് മോളൊരു പ്രശ്നം തോന്നി. ബാക്കിയൊക്കെ അത് രസമായിട്ട് പാടി. കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. മോളെ 8 മാർക്സ്. താങ്ക് യു ശരത് സർ. ഷാനിക്ക, ഹരിച്ചേട്ടാ. ഓക്കെ, അപ്പൊ നല്ല മാർക്കാണ്. അടുത്ത തവണ അടിപൊളിയായിട്ട് നീ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കണം. ഓക്കെ, അപ്പൊ മാനസി താങ്ക് യു. ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചേ രണ്ടുപേരും. ബാ, ഒരു ഉമ്മ കൊടുത്തോ. എന്നും ഈ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ കേട്ടാ. ഇനി അടുത്തത് ഒരു ഗോൾഡൻ വോയിസ് റൗണ്ടിലേക്ക് പോവാം. എന്ത് പറയുന്നു ഹരിച്ചേട്ടാ? നല്ല കാര്യം അല്ലേ? വിളിക്കട്ടെ നമ്മുടെ ടാലന്റ് അർജുൻ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അർജുൻ.
बजते हो घुंघरू कहीं पे, आके पर्वतों से जैसे गिरता हो झरना ज़मीं पे, झरनों की मौज है वो, मौजों की रवानी है, मेरी महबूबा महबूबा मेरी जिंदगानी है, मेरी महबूबा। बन सवर के निकले आए सावन का जब जब महीना, हर कोई ये समझे होगी वो कोई चंचल हसीना, पूछो तो कौन है वो, रुत ये सुहानी है, मेरी महबूबा मेरी जिंदगानी है, मेरी महबूबा महबूबा बड़ी मस्तानी है, मेरी महबूबा। അർജു അടിപൊളിയായിരുന്നടാ. താങ്ക് യു ചേച്ചി. ഡാൻസ് കളിക്കാൻ എന്താ നിനക്കൊരു മടി? ഡാൻസ് ഈ ചമ്മലൊന്നും ഇനി പറ്റില്ല കേട്ടാ. എന്തോ എന്താ നിനക്ക് മടി? എന്താ ഡാൻസ് കളിക്കാൻ? കുറച്ച് കളിച്ച്. പിന്നെ ഇങ്ങനെ ചമ്മി ചമ്മിയല്ലേ ഡാൻസ് കളിച്ചാൽ ചേട്ടാ? ആ എങ്ങനെയാണ് സ്റ്റെപ്പ് ഒന്ന് കാണിക്കാവോടാ? ഒന്ന് കാണിച്ചേ, സ്റ്റെപ്പ് കാണിച്ചേ. നിനക്കൊരു ചമ്മലുണ്ടായിരുന്നു, ഇനി പറ്റില്ല, അതൊക്കെ മാറ്റി വെക്കണം കേട്ടാ. പഠിച്ചതാണ്. ഓ ഇപ്പൊ ആരാ സ്റ്റെപ്പ് പഠിപ്പിച്ചത്? റിഹാൻ പഠിപ്പിച്ചത്. റിഹാനോ? ഞാൻ റിഹാനെയാണ് എടാ നോക്കിക്കൊണ്ടിരുന്നത്. റിഹാനെ, നീ എന്താ ഉദ്ദേശിച്ചേ? ഒന്ന് കാണിച്ചേ. ഒന്ന് കാണിക്കും മക്കളെ അത്. അതാ അവൻ പഠിക്കട്ടെ. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യും, അപ്പൊ നമുക്കറിയാലോ. ഇപ്പൊ മറ്റേ ഡാൻസ് ടീച്ചേഴ്സിന് ടീച്ചർ, ഡാൻസ് മാസ്റ്റർ. അതെ, ഓക്കെ, dance ഡാൻസ് master മാസ്റ്റർ റിഹാൻ പ്ലീസ്. ആ റെഡി. അത് കുറച്ച് എനർജിയിൽ കാണിക്കേ. ആ അപ്പൊ അതാണ് അതാണ് സ്റ്റെപ്പ്. അതെ. അതായിരുന്നു ഉദ്ദേശിച്ചത്. അതായിരുന്നു അല്ലേ? Nice. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓക്കെ, മക്കളെ താങ്ക് യു റിഹാൻ. Thank you ഡാ റിഹാനെ. ഇപ്പോഴാണ് അതിന്റെ യഥാർത്ഥം മനസ്സിലായത്. അത് കമ്പോസ് ചെയ്ത ആള് തന്നെ വന്ന് കാണിച്ചു. ഗ്രേറ്റ് ജോബ്. ഓക്കെ. ഇനി നമുക്ക് പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ചോദിക്കാം. ശരത് സാർ. മക്കളെ എന്തോ നല്ല നല്ല സുഖമുള്ള ഒരു പാട്ട് മക്കളെ നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി കേട്ടോ. അത് പറയാം, നിനക്കൊരു മുകളിലൊക്കെ പാടുമ്പോ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ ജീവിതത്തിൽ എന്നൊരു പേടി. എന്തിനാ അത്? വെള്ളി വീഴും. വെള്ളിയും വ്യാഴവും ഒക്കെ പോട്ടടാ. എടാ അതൊരു ആക്സിഡന്റ് അല്ലേ, അത് മോന്റെ ടാലന്റുമായിട്ട് ഒരു ബന്ധമില്ലടാ വെള്ളിക്ക്. അത് മനസ്സിലാക്കുക. വെള്ളി അടിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ മാർക്ക് കുറയ്ക്കത്തതേ ഇല്ല. അവനെ പാടിക്കോ, കുഴപ്പമില്ല, കിട്ടുന്നൊരു അവസരമല്ല. ആ പേടി കാരണം നിനക്ക് ഒരു നല്ല ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ ആക്കും. അത് അങ്ങനെ വന്നോട്ടെ, മനുഷ്യരല്ലടാ. വെള്ളി അടിക്കാത്ത പാട്ടുകാരൊന്നും ഇല്ല, എല്ലാവരുടെയും തൊണ്ടാ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ എന്തിനാ പേടിക്കുന്നത്? വലിയ ഭീകര പാട്ടുകാരും ഉഗ്ര ലെജൻസ് അവരും പാടുമ്പോൾ ലൈവ് ഷോയ്ക്കൊക്കെ വെള്ളിയൊക്കെ വന്നിട്ടുണ്ട്. സോ വാട്ട്, അവർക്ക് ആയുസും കുറഞ്ഞിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. മക്കളെ നന്നായിട്ട് പാടി. എനിക്ക് മറ്റേ ആ നാലാമത്തല്ലേ അതൊന്ന് പാടി കേൾപ്പിക്കുമോ? അത്രയും ബഹളത്തിന് എന്തിനാ പാടുന്ന? ഈ പാട്ടിന്റെ പേര് സമാധാനം. मेरी जिंदगानी है, मेरी जिंदगानी, അന്ന് പാടുമ്പോ അത് കേക്കത്തല്ലേ മോനെ? मेरी जिंदगानी गानी है, മോനെ ക്ലാരിറ്റി गानी
നീ എന്ന് പാടുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ല. അല്ലാതെ ഈ പാട്ട് അത് ഡിമാൻഡ് ചെയ്യുന്നതുമില്ല. അതിനൊരു ക്ലാരിറ്റി വേണം മോനെ. അത് പാടിയ ഒരു 2-3 സ്ഥലമുണ്ട്, അത് അത്ര സ്ഥലവും അത് ഒരു കൈ വിട്ടു പോയി മക്കൾക്ക്. അത് കുഴപ്പമില്ല. പക്ഷേയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മോനെ ഡാൻസ് ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചാൽ അങ്ങ് ചെയ്യണം. അതെ, എന്തായാലും എല്ലാവരും കാണും. അതെ, അതാണ് അങ്ങനെ വിചാരിക്കാത്ത എന്താ, എന്തായാലും എല്ലാവരും കാണും. എല്ലാവരും കാണും. പിന്നെ അവിടെ വന്ന് ചമ്മി ഞാൻ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ മഹാവൃത്തിയായിരുന്നു. നിനക്ക് ചെയ്യാൻ പറ്റും മോൻ, ചെയ്യുന്ന നല്ല രസമാടാ കാണാൻ. നല്ല രസമാണ്. അപ്പോൾ ഈ ഡാൻസ് കളിക്കുക ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എനിക്ക് വരെ അത് കണ്ടപ്പോൾ നന്നായിട്ട് ചെയ്ത്. പക്ഷെ പിന്നെ എന്തിനാ ചമ്മുന്നത്? അതുപോലെ മോനെ അനുപല്ലവിയുടെ സെക്കൻഡ് ലൈൻ, അതെന്താണ് ഒരു നിലാവത്ത് കോഴി അഴിച്ചുവിട്ട ലക്ഷണം? ഒരു സംശയം മൊത്തത്തിൽ. അതൊന്ന് ക്ലീൻ ആയിട്ട് പാടാമോ, ഒരു യാതൊരു ഡൗട്ടും ഇല്ലാണ്ട്? आके पर्वतों से जैसे गिरता हो झरना ज़मीं पे. ഇപ്പം പിന്നെ ഒരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ഒരു അന്ന് പുകമറയ്ക്കുള്ളിലായിരുന്നു. പക്ഷെ മോനെ നല്ല നല്ല സുഖമുള്ള ഒരു പാട്ട്, അത്രയും ഹിറ്റായിട്ടുള്ള പാട്ട് നന്നായിട്ട്. ഇതൊക്കെ ഞാനിപ്പം മക്കള് പാടുമ്പോഴൊക്കെ എനിക്ക് റാഫി സാബിന്റെ ശബ്ദം ഇങ്ങനെ തലയെ കിടന്ന് ഉരുളുക. അത് അങ്ങനെ ഒരു ശബ്ദമാണ് അദ്ദേഹത്തിന്, പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം മോനെ എന്തൊക്കെയാലും പാട്ടെടുത്തുകൊണ്ട് വന്നതിന് ചക്കര ഉമ്മ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അർജുനെ എന്തോ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. എനിക്കും സിന്ദഗാനിയാണ് പ്രശ്നം. എല്ലാ സിന്ദഗാനിയും എന്തോ ഗാനിയായി എവിടേക്കോ കിടപ്പുണ്ട്. പിന്നെ അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിയടാ, ഗുൻഗുനായി. गुनगुनाए से जैसे बजते हो घुंघरू कहीं ഓക്കെ, അത് ശരത്തേരൻ പാടി. ഓക്കെ, പിന്നെ ചരണത്തിന്റെ ബൻസവർ. बंसवर के निकले आए सावन का जब जब महीना. ഓക്കെ, നേരത്തെ പാടിയപ്പോൾ ഒരു വല്ലാത്തൊരു സ്ട്രെയിൻ ഫീൽ ചെയ്തു അവിടെ. എൻ്റെ മെയിൻ പ്രോബ്ലം സിന്ദഗാനിയാണ്. സിന്ദഗാനിയുടെ ആ ഒരു പ്ലാൻ കിട്ടാത്തതില്ല. കാരണം എന്താണെന്നറിയാം, ഞാൻ ലൈഫിൽ ഫസ്റ്റ് കീബോർഡിൽ വായിക്കുന്ന പാട്ടിതാ. അതായത് എൻ്റെ ഒരു അങ്കിൾ ഉണ്ട്, ഇസ്മായിൽ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം നമ്മൾ റാസൽ ഖൈമിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഷാർജയിലാണ് പുള്ളി വയ്ക്കണം. അപ്പൊ പുള്ളിക്ക് ഒരു കീബോർഡ് ഉണ്ട്, ഒരു കാസിയോടെ വലിയ കീബോർഡ്. അപ്പൊ അത് പിന്നെ നമ്മൾ പുള്ളിയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ പറയാം എനിക്കത് വേണം. പുള്ളി പറഞ്ഞാൽ എടുത്തോ ഞാൻ വേറെ മേടിച്ചോളാം എന്നാണ്. എന്നിട്ട് പുള്ളി എനിക്ക് ഫസ്റ്റ് പിന്നെ വായിക്കാൻ പഠിപ്പിച്ച പാട്ട് ഇതാണ്. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് എനിക്ക് ഈ ഒരു പാട്ടിനോട്. പക്ഷെ എന്തൊരു പാട്ട് ഇപ്പൊ കേട്ടാലും ഈ മനുഷ്യൻ, അതും ടെക്നോളജി ഒന്നും എവിടെയും എത്താത്ത ഒരു കാലത്താണ് ഈ പുള്ളി ഓട്ടോ ട്യൂണോ അങ്ങനെയുള്ള ഒരു കുന്തും ഇല്ലാതെ, ഓട്ടോറിക്ഷ പോലും ഇല്ലാത്ത സമയത്താണ് പുള്ളി ഇതൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ അലക്കി വെച്ചിരിക്കുന്നത്. റാഫി സാബ് ലെജൻഡുകളുടെ ലെജൻഡാണ്. അതെ, അദ്ദേഹം അങ്ങനെ പറയണം. അത്രേ ഉള്ളൂ മക്കളെ. ബാക്കി സിന്ദഗാനി മാത്രം അതിപ്പം ശരത്തിന്റെ എന്തായാലും പാടിപ്പിച്ചു. That's all. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. നല്ല പെർഫോമൻസ് ആയിരുന്നു അർജുൻ. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ എനിക്ക് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ കുറച്ച് കൂളായി അർജുൻ. നിങ്ങൾ കൂളായാൽ തന്നെ നിങ്ങളുടെ പെർഫോമൻസ് ബെറ്റർ ആവും എപ്പോഴും. അപ്പോൾ ആദ്യം എനിക്ക് ആ മേരി സിന്ദഗാനി അതാണ് ആ ഒരു പ്ലാൻ ഇല്ലേ, നമ്മൾ ഏത് പ്ലാൻ ആണെങ്കിലും അത് ആദ്യം അതിനെ സ്ലോ ഡൗൺ ചെയ്ത് പാടി നോക്കണം. കാരണം നമുക്ക് സ്ലോയിൽ പാടാൻ പറ്റിക്കഴിഞ്ഞാൽ ഗ്രാജുവലി അതിൻ്റെ സ്പീഡ് കൂട്ടാമല്ലോ. പക്ഷെ നമ്മൾ ആദ്യമേ ഒരു കാറ് പഠിക്കുമ്പോൾ എങ്ങനെയാ, ആദ്യം ഒന്ന് പതുക്കെ ഓടിച്ചല്ലേ. ആദ്യം അർജുൻ കയറി ഇരുന്നിട്ട് 110-ലാണോ പോകുന്നത്? അല്ല, ഒന്ന് സമാധാനിച്ചിട്ടല്ലേ നമ്മൾ തുടങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ സിംഗിങ് ആണെങ്കിലും ചില സംഗതീസ് അല്ലെങ്കിൽ ചില പ്ലാൻസ് നമ്മൾ അതിൻ്റെ എന്തുകൊണ്ട് അത് ആ ഒരു പ്ലാന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പാടാൻ ശ്രമിക്കണം, ഇൻസ്റ്റെഡ് ഓഫ് ആദ്യമേ ആ ഒരു സ്പീഡിൽ ട്രൈ ചെയ്യുന്നതിന് പകരം. പിന്നെ മോനെ രസമായിട്ട് പാടി, എനിക്കത് മാത്രമേ ഉള്ളൂ. നല്ല ഫീലായിരുന്നു. ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇനിയൊക്കെ തുറന്നടിച്ച് ചെയ്യുക കേട്ടോ. എന്തായാലും ഡാൻസ് ചെയ്യാണ്, എല്ലാവരും കാണും. പിന്നെ നമ്മള് കളിയാക്കേണ്ടവര് കളിയാക്കും, കൈയടിക്കാനുള്ളവർ കൈയടിക്കും. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഇനി മാർക്ക് ചോദിക്കാം. ശരത് സർ. മക്കള് കാർ ഓടിക്കോ? ഇല്ല. താങ്ക് യു.
കാറൊന്നും ഇപ്പൊ ഓടിക്കണ്ട. അല്ല ചിലര് പിള്ളേരെടുത്തിട്ട് കാർ എടുത്തൊക്കെ ഓടിച്ചു കളയുവേ. അങ്ങനൊക്കെ ചെയ്യോ? ബൈക്ക് ഓടിക്കോ? പിന്നെ സൈക്കിള് ഓടിക്കും. അത് മതി പോരെ. ഇവിടെ ആരെങ്കിലും കാർ ഓടിക്കുന്നവരുണ്ടോ? തീർത്ത മക്കളെ എന്ത് സ്കൂട്ടർ എന്തോ ഓടിക്കും? ഒന്നും ഓടിക്കില്ല. പട്ടിയെങ്കിലും ഓടിക്കുവോ? വണ്ടി ഓടിച്ചിട്ടുണ്ടോ തന്നെ? ചിലവർ അത് ശരിയാ പുല്ല് ചുമക്കണ ആളുടെ മേത്തേക്ക് കൊണ്ട് ചാടിക്കേറി. പാവം. അയാൾ കഷ്ടപ്പെട്ട അയാൾ പുലി പോകുന്നുണ്ട്, അയാളുടെ ദേഹത്ത് കയറി ഇലനക്കി ഫ്രണ്ട്സാ കെട്ടിയത് പറഞ്ഞില്ലേ? അല്ല എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനിത് എന്തായാലും കാണുമ്പോ അവനാണെന്ന് തന്നെ മനസ്സിലായിക്കോളൂ. അവനെ കാണുമ്പോഴേ പട്ടികൾ ഓടിക്കും. അയ്യോ. ഞങ്ങള് ബാംഗ്ലൂർ ചെന്നു, ഞാനും അവനും ഇങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് എവിടെ പോയി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ടാ തിരിച്ചു വന്നപ്പോ ഇവൻ പറയാം, ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞു എന്ത് പറ്റി, എന്നെ ഒരു പട്ടി കടിച്ചു. അങ്ങനെ അവൻ പോയി ഇഞ്ചക്ഷൻ എടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഇതുപോലെ നടന്നപ്പോഴത്തേക്ക് ഇവനെ മാത്രം ഇട്ട് ഓടിക്കുക. ഇതൊരു സ്ഥിരം കാഴ്ചയായി എനിക്ക്. അതെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞടാ ഇത് some rubbish thing happened, yeah. I am damn sure. അതെ. ഹരി പട്ടി ഹരി എനിക്ക് ലോറി ഓടിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ട്രാക്ടർ ഓടിക്കണമെന്ന് വലിയ ആഗ്രഹം. അതിനകത്ത് അത് കുലുങ്ങി പിന്നെ ഒരു വികാരം അടിപൊളിയായിരിക്കും. നോക്കട്ടെ ഇവൻ സഹായിക്കട്ടെ. മക്കളെ ഈ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞങ്ങള് നമ്മള് വാക്കിങ്ങിന് പോവായിരുന്നു. അപ്പൊ നിനക്ക് നാഞ്ചിൽ അരുളിനെ അറിഞ്ഞോളൂ, മൃദംഗം. ഇപ്പൊ മെസ്സേജ് ചെയ്തേ ഉള്ളൂ. ഡോക്ടർ നാഞ്ചിൽ ഏറുള്ളൂ. അവനാണ് മിക്കവാറും കച്ചേരികളിൽ എനിക്ക് മൃദംഗം ഹരിക്കൊക്കെ മിക്കവാറും നല്ല ഒരു ഓളമുള്ള കക്ഷിയാണ്. അപ്പൊ ഞങ്ങൾ ആ വാക്കിങ്ങിന് പോകുന്നത് അവിടെ മുഴുവൻ പട്ടികളാണ്. നമ്മൾ വാക്കിംഗ് എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ റണ്ണിങ് ഓട്ടിച്ചാ വീട്ടിൽ കയറ്റുന്നത്. ഇപ്പൊ എന്റെ അനിയൻ ഒരു വിദ്യ കണ്ടുപിടിച്ച് വീഡിയോ ഹെഡ് ക്ലീനറില്ലേ, ഒരു കമ്പ് വെച്ചിട്ട് ആ മറ്റേ തണുക്കുന്ന സാധനം അടിച്ചാൽ അത് സ്പിരിറ്റ് അതാണ്ട. ഏതോ ഒരു പട്ടിയുടെ മുഖത്തടിച്ച പട്ടി, പിന്നെ ആ പട്ടിയെ കണ്ടിട്ടേ ഇല്ല ആ ഏരിയയിൽ. അങ്ങനൊരു സാധനം. അപ്പൊ ഇതെടുത്ത് കൊടുത്ത് നമുക്ക് കൈ വെച്ച് നടക്കാൻ നേരത്ത് എന്റെ കയ്യിൽ ഇതുണ്ട്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ അരുള് എടേ അത് കൊടറേ ഞാൻ വെച്ചേക്കറേ എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവൻ കൈ വെച്ചേക്ക. എന്നിട്ട് ഞങ്ങൾ നടന്ന് ഈ തൊട്ട് വീടിന്റെ അടുത്ത് എത്താറായപ്പോ എന്നിട്ട് നാലുണ്ടാവും. അപ്പൊ ഇവൻ അരുളും ഭയങ്കര ചിരി, കാര്യം മറ്റേ സാധനം കയ്യിരിക്കുക അവന്റെ കയ്യില്. അപ്പൊ ഞങ്ങൾ ഓടി അങ്ങ് വീട്ടിലോട്ട് കയറി ഗേറ്റ് തുറന്നു. ഇവൻ അവിടെ നിന്നിട്ട് പട്ടികളെല്ലാം അടുത്ത് വന്നു തിരിഞ്ഞു നിന്നിട്ട് അതിലതില്ല. അതൊക്കെ ഒരു പട്ടിയെല്ലാം കൂടെ കടിച്ചെടുത്ത് ഇഞ്ഞകത്തിട്ട് അവൻ അങ്ങനെ പറ്റിയിട്ടുണ്ട്. പറ്റിപ്പോയി. നമ്മൾ പെട്ടെന്ന് പട്ടി ഇതൊക്കെ പറഞ്ഞപ്പോ ആലോചിച്ചതാ. മക്കളെ എന്തോ നിനക്ക് 8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക, ഹരിച്ചേട്ടാ, ഓക്കേ, നല്ല മാർക്ക് തന്നിട്ടുണ്ട് കേട്ടോ അർജുൻ. താങ്ക് യു സർ. ഇത്തവണ കൊള്ളായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചി. അങ്ങനെ അർജുന്റെ ആ പെർഫോമൻസോട് കൂടി ഇന്നത്തെ എപ്പിസോഡും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്.